എമ്പുരാൻ സിനിമയിൽ രാജ്യം കണ്ട ഏറ്റവും നിഷ്ഠൂരമായ വംശഹത്യകൾ ഒന്നിനെ പരാമർശിക്കുന്നതാണ് സംഘപരിവാറിനെ രോഷാകുലരാക്കിയിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി. എമ്പുരാൻ സിനിമയ്ക്കെതിരെ അണികൾ മാത്രമല്ല BJPയുടെയും RSSൻ്റെയും നേതാക്കൾ വരെ പരസ്യമായ ഭീഷണികൾ ഉയർത്തുകയാണ്. സംഘപരിവാർ സൃഷ്ടിക്കുന്ന ഭീതിയുടെ ഈ അന്തരീക്ഷം ആശങ്കപ്പെടുത്തുന്നതാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇതിൻ്റെ വിവരങ്ങളുമായി സുലേഖ ചേരുന്നു. സുലേഖ, ഈ വിഷയത്തിൽ ഇന്നലെ എമ്പുരാൻ സിനിമ അദ്ദേഹം കാണുകയും ചെയ്തു മുഖ്യമന്ത്രി. അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം കൂടിയാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി? ജിംഷാദ്, തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ എമ്പുരാൻ സിനിമ മുഖ്യമന്ത്രിയും കുടുംബസമേതം മുഖ്യമന്ത്രി പോയി കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്ന് ഈ സിനിമ കണ്ടതുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റ് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിഷ്ഠൂരമായ വംശഹത്യകളിൽ ഒന്നിനെ സിനിമയിൽ പരാമർശിക്കുന്നതാണ് അതിൻ്റെ ആസൂത്രകരായ സംഘപരിവാറിനെ രോഷാകുലരാക്കിയിരിക്കുന്നത് എന്നത് തന്നെയാണ് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നത്. അതായത് അണികൾ മാത്രമല്ല BJPയുടെയും RSSൻ്റെയും നേതാക്കൾ വരെ പരസ്യമായി ഭീഷണികൾ ഇത്തരത്തിൽ സിനിമാ പ്രവർത്തകർക്ക് നേരെ ഉയർത്തുന്നുണ്ട് എന്നതുകൂടി ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. ഈ സമ്മർദ്ദത്തിൽപ്പെട്ട് സിനിമയുടെ റീസെൻസറിങ്ങിനും വെട്ടിത്തിരുത്തലുകൾക്കും നിർമ്മാതാക്കൾ നിർബന്ധിതരാകുന്നു എന്നത് മുഖ്യമന്ത്രി ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംഘപരിവാർ സൃഷ്ടിക്കുന്ന ഭീതിയുടെ ഈ അന്തരീക്ഷം ആശങ്കപ്പെടുത്തുന്നതാണ്. വർഗീയതയ്ക്കെതിരായ നിലപാട് എടുത്തു എന്നതുകൊണ്ടും അതിൻ്റെ ഭീകരത ചിത്രീകരിച്ചു എന്നതുകൊണ്ടും ഒരു കലാസൃഷ്ടിയെ ഇല്ലായ്മ ചെയ്യാനും കലാകാരന്മാരെ നീചമായി ആക്രമിക്കാനും വർഗീയവാദികൾക്കു സാധിക്കുന്ന അവസ്ഥ ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്നതാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. എന്തായാലും ജനാധിപത്യ സമൂഹത്തിൽ പൗരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. കലാസൃഷ്ടിയെയും കലാകാരനെയും നശിപ്പിക്കാനും അതിനൊപ്പം തന്നെ നിരോധിക്കാനുമുള്ള അക്രമാസക്തമായ ആഹ്വാനങ്ങൾ ഫാസിസ്റ്റ് മനോഭാവത്തിന്റെ പുത്തൻ പ്രകടനങ്ങളാണെന്നും അത് ജനാധിപത്യ അവകാശങ്ങളുടെ ലംഘനമാണെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. സിനിമകൾ നിർമ്മിക്കാനും അവ കാണാനും ആസ്വദിക്കാനും അതിനൊപ്പം തന്നെ വിലയിരുത്താനും യോജിക്കാനും വിയോജിക്കാനും ഒക്കെയുള്ള അവകാശങ്ങൾ നഷ്ടപ്പെടാതിരിക്കണം. അതിനായി ജനാധിപത്യ മതേതര മൂല്യങ്ങൾ അടിയുറച്ച് പറഞ്ഞ കാര്യങ്ങൾ, അതായത് എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന ഗുജറാത്തിലെ വംശഹത്യയുടെ രാഷ്ട്രീയം, വംശഹത്യയുടെ വിവരങ്ങൾ, അതിൽ ഏറ്റവും കൂടുതൽ നോവുന്നതും പൊള്ളുന്നതും സംഘപരിവാർ മേഖലകളിലേക്കാണ്. അതുകൊണ്ടാണ് സംഘപരിവാർ എമ്പുരാൻ സിനിമയ്ക്കെതിരായി ആ വിധത്തിലെത്തിയത്. പക്ഷേ സംഘപരിവാറിൻ്റെ അസഹിഷ്ണുതയുടെ മാനങ്ങൾ അണികളിൽ മാത്രമല്ല നേതാക്കന്മാരിൽ കൂടി വരുന്നതാണ്. അതിൻ്റെ ഭീകരമായ അന്തരീക്ഷം ആശങ്കപ്പെടുത്തുന്നതാണ് ഒരു മതേതര ജനാധിപത്യ സമൂഹത്തിൽ എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ പോസ്റ്റിൻ്റെ വിവരങ്ങൾ കൂടിയാണ് സുലേഖ നൽകിയത്.